ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു 5 ഡ്രസ്സുകളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ക്രേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ട് ഇതുപോലെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കളർ ഒരു പിങ്ക് കളറാണ്. ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ക്രാക്ക മോഡലാണ് കേട്ടോ. താഴെ ബോട്ടം പോർഷൻ വന്നിട്ട് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷനിൽ ഡാർക്ക് കളർ വെച്ചിട്ടുള്ളൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ വള്ളി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. സിമ്പിളായിട്ടുള്ള സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒതുങ്ങി നിൽക്കും. നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഡ്രസ്സ് കാണാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നൈറ്റി ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൂടി ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് വന്നിട്ട് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ ഷോർട്ട് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ പോർഷനൊക്കെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പുറത്തേക്കൊക്കെ നമുക്ക് ഇട്ട് പോകാം. കുറേ കഴുകിയാലൊന്നും ആ ഒരു നെക്ക് ഭാഗം ചുളുകിയൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. റൗണ്ട് നെക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ലെങ്ത് എടുത്തിട്ടുള്ളത് 41 ഇഞ്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം. അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെ എ ലൈനായി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വരുന്നത് പിങ്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷെയ്ഡ്സ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് കാണാൻ നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ. നെക്ക് വന്നിട്ട് വി നെക്കാണ് വന്നിട്ടുള്ളത്. നെക്കിലേക്ക് ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവാണ്. സ്ലീവിൽ കട്ട് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ലേസ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വള്ളി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പോർഷൻ ആണെങ്കിലും നല്ല ഫ്ലെയറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്നൊരു മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വി നെക്കിൻ്റെ മോഡലും കൂടി ഇറങ്ങിയ സമയത്താണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. അപ്പോൾ അടുത്ത മോഡൽ ഇതുപോലെ റെഡ് ബേസിൽ വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് മിക്കുള്ളവരും ഈ ഒരു ഡ്രസ്സ് തയ്ച്ച് നോക്കിയിട്ടുണ്ടാവും. താഴെ പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഷോൾഡറിൽ ഇതുപോലെ ഇലാസ്റ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ നല്ല ബലൂണായിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ നെക്ക് വരുന്നത് സ്ക്വയറായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പോർഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ വള്ളി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണാം. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ഇതിൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള കേട്ടോ. അപ്പം ഈ ഒരു ഡിസൈനുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം അറിയാൻ പറ്റാതെ ഉള്ളത്. അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെറിയ ഇതുപോലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു കുർത്തി ഇടുമ്പോൾ ഉള്ള ലുക്ക്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും വളരെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഈ ഒരു ഫ്രോക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് കൂടിയാണ്. ഇനി നമുക്ക് അടുത്തതൊരു നൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് പ്ലീറ്റഡ് നൈറ്റിയാണ്. അപ്പോൾ അമ്മമാരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്ലീറ്റഡ് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ പോളി കോട്ടൺ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി പീസിൻ്റെ ബേസ് കളർ ഈ ഒരു പിങ്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു തുണി എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു ലേസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ലേസും കൂടി കൊടുത്തതാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്നൊരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ വീട്ടിലെ അമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഇപ്പോഴും ഈ ഒരു പ്ലീറ്റഡ് നൈറ്റി ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് കാണുന്നത് ഒരു നൈറ്റി ഫ്രോക്കാണേ. അപ്പോൾ വളരെ നല്ല കളറാണ്. ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് കേട്ടോ. വളരെ നല്ല ഭംഗിയാണ്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിലും അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്.
ഇതിൽ ഫ്രില്ലാണ് താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വീനെക്കാണ് ചെയ്തിട്ടുള്ളത്. വീനെക്കിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഷോർട്ട് സ്ലീവ് വന്നിട്ട് താഴെ ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വള്ളി വീതിയുള്ളൊരു വള്ളിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം പുറത്തേക്ക് ഇടാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പോൾ ഇത് 320 മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെങ്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പൊക്കമുള്ളവർക്കായാലും ഈ ഒരു നൈറ്റി ബിറ്റുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ജീൻസിന് ഇടാൻ പറ്റിയ ഒരു ചെറിയ ടോപ്പാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 28 ചെസ്റ്റ് സൈസിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വി കോളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 5 വീഡിയോസിൻ്റെയും ചില വീഡിയോസൊന്നും നമ്മളിത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്